ഹലോ ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അംഗൻവാടി വ്ളോഗാണ് കേട്ടോ. നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് സ്കൂളിൽ പോകാൻ ഭയങ്കരമായിട്ട് കൊതിയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് അംഗൻവാടിയിൽ കൊണ്ടിരുത്താമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അംഗൻവാടി പോകേണ്ട പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ അമ്പുടുക്കുഞ്ഞിന്. ഈ കൊതി കാരണം ഇന്ന് ഞാൻ എന്താണേലും അംഗൻവാടി കൊണ്ടുപോയിട്ടേ ഉള്ളൂ കാര്യമെന്നും പറഞ്ഞത് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തിലാണ്, വാ പോകാമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. കുറച്ച് നേരം ഞാൻ എടുത്തു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അംഗൻവാടിയിലാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താവോ എന്തോ കണ്ടറിയാം. എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അംഗൻവാടി. അമ്പുടുക്കുഞ്ഞിനെ ഞാനാണെങ്കിൽ അംഗൻവാടിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇറക്കി വിട്ടു. ഇനി പയ്യെ നടന്നോ, ഇതാ കാണുന്ന അംഗൻവാടി, ഇവിടെയാണ് കേട്ടോ എൻ്റെ അമ്പുടുക്കുഞ്ഞിനി പഠിക്കാൻ പോണേന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എൻ്റെ കയ്യും പിടിച്ച് പയ്യെ ഇങ്ങനെ നടന്നു പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ അംഗൻവാടിയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേനും ഡോറ് തുറന്നിട്ടേക്കുമായിരുന്നു കേട്ടോ. ടീച്ചറിനെ വിളിച്ച് അകത്ത് കയറി. അപ്പോൾ ആണെങ്കിൽ കുട്ടികളെല്ലാം ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അമ്പുടുക്കുഞ്ഞ് ചെന്ന പാടെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ അതേ ബാഗൊക്കെ വെച്ച് ബെഞ്ചിൽ കയറിയിരുന്നു. കുറേ പേരാണെങ്കിലും ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പേരാണേൽ കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും നമ്മുടെ അമ്പുടുക്കുഞ്ഞ് ദേ ബാഗൊക്കെ വെച്ചിട്ട് ബെഞ്ചിൽ കയറി ഇരിക്കുന്നുണ്ട്. പക്ഷേ ആരുമായിട്ട് സംസാരിക്കണമൊന്നും ഇല്ല കേട്ടോ, കൂട്ടൊന്നും കൂടുന്നില്ല. ബാഗൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി അവിടെ കയറി ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ ടീച്ചറാണേലും അവളോട് വർത്താനമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, അമ്മി പോവാ കേട്ടോ. അമ്പുടുക്കുഞ്ഞാണേലും ടീച്ചറിൻ്റെ കൂടെ അംഗൻവാടിയിൽ ഇരുന്നോ, കൂട്ടുകാരോട് കൂടി കളിച്ചോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പയ്യെ ഡോറ് ചാരിയിട്ട് പയ്യെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പക്ഷേ വീട്ടിലോട്ടൊന്നും പോയില്ല കേട്ടോ, നമ്മുടെ മനസ്സ് അനുവദിക്കൂലല്ലോ അങ്ങനെ ഒറ്റയടിക്ക് വിട്ടിട്ട് വരാൻ. അങ്ങനെ ഞാൻ പുറത്ത് ഒളിച്ചിരുന്നു എന്ന് വേണം പറയാൻ. എന്നിട്ട് ഞാൻ അമ്പുടുക്കുഞ്ഞ് എന്നെ എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി കേട്ടോ. പക്ഷേ അവൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അനങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ പുറത്തിരുന്നിട്ടാണ് ഞങ്ങൾ ഇരിപ്പുറക്കില്ല കേട്ടോ. ഞാൻ പിന്നെയും പോയി ജനലിൽ ഒളിഞ്ഞു നോക്കി. കാരണം എൻ്റെ അമ്പുടുക്കുഞ്ഞ് എന്നെ വിട്ടിട്ട് ഒരു നിമിഷം ഇങ്ങനെ മാറി നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്ര സമയം അങ്ങ് മാറി നിന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. അങ്ങനെ ഞാൻ ഒളിഞ്ഞു നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, അമ്മി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആണെങ്കിൽ അവൾ കണ്ടു എന്ന് തോന്നുന്നു ഞാൻ പുറത്ത് നിൽക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആണെങ്കിൽ അമ്പുടുക്കുഞ്ഞിൻ്റെ സ്വഭാവം പയ്യെ മാറാനായിട്ട് തുടങ്ങി കേട്ടോ. പിപ്പി പിപ്പി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ സങ്കടം വന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ വന്ന് വാതിൽ അംഗൻവാടി പോയില്ല. അമ്പുടുക്കുഞ്ഞ് പോകാൻ നമുക്കാ ബാഗ് എടുത്തോണ്ട് അതായിരിക്കും നല്ല. എല്ലാവരും കരയുമല്ലോ. അങ്ങനെ അമ്പുടുക്കുഞ്ഞ് എന്നെയും വിളിച്ച് അംഗൻവാടിയുടെ ഉള്ളിലോട്ട് കയറിയിട്ട് പിന്നെ പുള്ളിക്കാരി ഡബിൾ ഹാപ്പി ആയിരുന്നു. അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഈ കാണുന്ന സ്ലൈഡ്. അതിൻ്റെ അകത്ത് കയറി ഊർന്നിറങ്ങണത് ഭയങ്കര സന്തോഷമാണ്. ഈ അംഗൻവാടി വന്നപ്പോഴത്തേനും കണ്ട ഒരു ഐറ്റം ഇതായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ തവണ അതിൻ്റെ അകത്ത് കയറി. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നു കേട്ടോ. പിള്ളേരുമായിട്ട് കൂട്ടുകൂടുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിള്ളേരുമായിട്ട് ഇങ്ങനെ കമ്പനിയൊന്നും ആയില്ല കേട്ടോ. ഇങ്ങനെ ഈ കാണുന്ന ടോയ്സിലൊക്കെ കയറി ഇറങ്ങാനായിരുന്നു അവൾക്ക് കൂടുതൽ സന്തോഷം. ഇവിടെ ചെന്നപ്പോൾ കണ്ട ഭയങ്കര സങ്കടമായ ഒരു കാഴ്ചയായിരുന്നു. ഇവനാണെങ്കിൽ ഫുൾ ടൈം കഴിച്ചിലാണ് അവൻ്റെ അമ്മീനെ തിരക്കിക്കൊണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോകുന്ന ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് വന്ന കുട്ടീനുകളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പുടുക്കുഞ്ഞ് ലാസ്റ്റ് സ്ലൈഡിൽ കയറി ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും കൂടി നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന്. അപ്പോൾ കുറച്ച് നേരം ഫോട്ടോ എടുക്കാനൊക്കെ സഹകരിച്ചു കേട്ടോ. ചിലർക്കൊക്കെ അമ്പുടുക്കുഞ്ഞ് ഇവിടെ വന്നാൽ അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ആളല്ലല്ലോ. അപ്പോൾ എന്നാണേലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ടീച്ചറിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര സങ്കടമായിട്ടോ നമ്മുടെ അമ്പുടുക്കുഞ്ഞ്. അപ്പോൾ കരയണാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ലേ. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.